மேகம் என்பது அடமழை மூடிச்சு காற்று முட்டினால் அவுந்துள்ளம் இதழ்கள் பொய் சொல்லும் இதயம்மை சொல்லும் தெரியாதா உண்மை தெரியாதா Salvador, ya Salvador, Bade, ya Salvador, ya Salvador. Yar Salvador, Yar Salvador, Yar Salvador, Yar Salvador. முட்டு ஒன்று மலர்ந்திட மறுக்கும் முட்டும் கண்கள் தொட்டு தொட்டு தீரக்கும் அது மலரின் தோல்வியா இல்லை காற்றின் வெற்றியா அது மலரின் தோல்வியா இல்லை காற்றின் வெற்றியா கல்லுக்குள்ளே சிற்பம் தூங்கி கிடக்கும் சின்ன ஒளி தட்டி தட்டி எழுப்பும் அது கல்லின் தோல்வியா இல்லை ஒளியின் வெற்றியா யா சொல்வதோ யா சொல்வதோ பதில் யா சொல்வதோ யா சொல்வதோ கும் 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 மேகம் என்பது அடமழை மூடிச்சு காற்று முட்டினால் அவுந்துள்ளம் காதல் என்பது இருமாலா முடிச்சு கண்கள் முட்டினால் அவிழ்ந்து கொள்ளும் மேகங்கள் முட்டிக் கொள்வதாலே சண்டை என்று பொருள் இல்லை தேகங்கள் முட்டிக் கொள்வதாலே உடல் என்று பொருள் இல்லை இதழ்கள் பொய் சொல்லும் இதயம்மை சொல்லும் தெரியாதா உண்மை தெரியாதா காதல் விதை போல மௌனம் மண் போல முளைக்காதா மண்ணை துளைக்காதா யா சொல்வதோ யா சொல்வதோ பதில் யா சொல்வதோ யா சொல்வதோ dang 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 ding dang 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 ding dang 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 kum 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 dang 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 ding dang 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 ding dang 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 kum 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 dang 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 ding dang 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 ding dang 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 kum 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 dang 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 ding dang dang
கூடங்கள் மெல்ல உடைந்து விட்டால் காதல் பிறக்கும் காதல் பிறக்கும். உள்ளத்தை மூடி மூடி தைத்தால் கலை இல்லை காதல் இல்லை. உள்ளங்கை போலே உள்ளம் வைத்தால் பயம் இல்லை பாரம் இல்லை. நாணல் காணாமல் ஊடல் கொண்டாலும் நினைக்காதா நதி நினைக்காதா. கமலம் நீரோடு கவிழ்ந்தே நின்றாலும் திறக்காதா கதிர் திறக்காதா. யார் சொல்வதோ யார் சொல்வதோ பதில் யார் சொல்வதோ யார் சொல்வதோ. முட்டு ஒன்று மலர்ந்திட மறுக்கும் முட்டும் தென்றல் தொட்டு தொட்டு தீரக்கும். அது மலரின் தோல்வியா இல்லை காற்றின் வெற்றியா. கல்லுக்குள்ளே சிற்பம் தூங்கி கிடக்கும் சின்ன ஒளி தட்டி தட்டி எழுப்பும். அது கல்லின் தோல்வியா இல்லை ஒளியின் வெற்றியா. யார் சொல்வதோ யார் சொல்வதோ பதில் யார் சொல்வதோ யார் சொல்வதோ. കമ്പോസിഷനിലാണ് തീർത്തത്. സൂപ്പർ. അതായത് ഇങ്ങനെ നമ്മൾ പറയില്ലേ അതിനകത്ത് വേറെ ഒരു വില്ലനോ സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇവരുടെ രണ്ടുപേരും ചില സമയത്ത് എന്താണ് എല്ലാം ചില സമയം നമുക്ക് ലവേഴ്സിനെ പോലെ തോന്നും, ഫ്രണ്ട്സിനെ തോന്നും, എനിമീസിനെ പോലെ തോന്നും. എല്ലാ സംഭവങ്ങളും അവര് തന്നെയാണ് മെയിൻ ആയിട്ട് എല്ലാം ചെയ്യുന്നത്. അവര് തന്നെയാണ് നായകനും വില്ലനും. ഏകദേശം ചില സ്ഥലത്തൊക്കെ വേറെ വേറെ രീതിയിൽ അവർ തന്നെ ആയിക്കോളും. ഓരോ ഷെയ്ഡാണ്, ഷെയ്ഡ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് അവർ രണ്ടുപേരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് പരസ്പരം. പക്ഷേ എന്നാലും രണ്ടുപേർക്കും ബിക്കോസ് രണ്ടുപേരും ബോൾഡാണ്. എവിടേക്കോ വിട്ടുകൊടുക്കാൻ താല്പര്യം. കാരണം എന്താ പറയാ, അവരുടെ ആ ഒരു ജനനം തൊട്ടിട്ട് ആ ഒരു സ്റ്റൈലല്ലേ കാണിച്ചേക്കണേ. ചിലപ്പോൾ അതായിരിക്കാം ഏകദേശം ഒരേപോലത്തെ സംഭവം ഉള്ളത്. പക്ഷെ എവിടേക്കോ ആ ഒരു വിജയണ്ണനാണ് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് കുറെ സ്ഥലത്ത് അല്ലെ. കാരണം ജ്യോതികന്റെ കുറെ സ്ഥലത്തൊക്കെ കുറച്ച് കൂടുതൽ ബോൾഡ് ആവുന്ന പോലെ തോന്നാറുണ്ട്. പുള്ളിക്കാരത്തി എന്ന് വെച്ചാൽ ഒറ്റക്ക്, അതായത് അച്ഛൻ അത്രയും സ്നേഹിച്ച് അല്ലെങ്കിൽ ഒരിക്കലും ഒരു രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഫേസ് ചെയ്യാണ്ടിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബോൾഡ് ആയിരിക്കും ജ്യോതികയുടെ ക്യാരക്ടർ. ചിലപ്പോ എന്താ വെച്ചാൽ നമുക്ക് ഈ സിനിമയില് കാണുന്ന സമയത്ത് രണ്ട് ക്യാരക്ടറിന്റെയും കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ചില സ്ഥലത്ത് നമുക്ക് തോന്നും ഇവരാണ് നല്ലത് അല്ലെങ്കിൽ ഇവരാണ് നല്ലത്. ആ ഒരു തോന്നലില്ലേ, ആ ഒരു തോന്നലിലാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേരെയും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഒരാൾ ക്യാരക്ടർ കൂടി വരും ചെയ്യും. അതാണ് അവിടെ. പക്ഷെ അതൊരു ജസ്റ്റ് ചെറിയൊരു സീൻ. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈഗോ ഇഷ്യൂസ് അല്ലെങ്കിൽ ജലസി ഒക്കെ വരാൻ പോകുന്ന ആ ക്യാരക്ടർ സാധ്യതയുണ്ട്, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും സച്ചിനിൽ നിന്നിട്ട് ഇതിനകത്തൊരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എസ് ജെ സൂര്യ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിന്റെ ഫുൾ, അതായത് നമ്മള് ചില പടങ്ങൾ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ചില സീൻസ് കാണുമ്പോൾ ഡയറക്ടറിന്റെ ഫേസ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇനീഷ്യലി ഒക്കെ ഇത് എസ് ജെ സൂര്യയുടെ പടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തോ ചില ഡയറക്ടേഴ്സിന് നമ്മൾക്കത് ഓർമ്മ വരില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ലോകേഷ് കനകരാജിന്റെ മൂവീസ് നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചില സീനിൽ ലോകേഷ് കനകരാജ് എന്നുള്ളൊരു പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ശങ്കർപണം ആ ഒരു എഫക്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുപോലെ തന്നെയാണ് ഏകദേശം ഇവിടെ എസ് ജെ സൂര്യയുടെ ആക്ഷൻസ് പല സമയത്തും നമുക്ക് വിജയനിലൂടെയും ജ്യോതിക മാമിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജ്യോതിക മാമിന്റെ ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതായത് ഒരു കണ്ണിങ്ങനെ വെച്ചിട്ട് എലമെന്റ് ഉണ്ടല്ലോ, അത് ആ ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് ചില സമയത്ത് എനിക്ക് കാണുന്ന ചില ആളുകൾക്ക് അത് ഓവറായിട്ട് തോന്നുന്നിരിക്കും. പക്ഷെ ഇൻ മൈ പെർസ്പെക്റ്റീവ് എനിക്കത് ഒരിക്കലും ഓവറായിട്ട് തോന്നില്ല. കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്. ബിക്കോസ് ആൻഡ് അതിനകത്ത് സീൻ എന്ന് പറയുന്നതും ഷീ ഈസ് നോട്ട് ബിഹേവിങ് ഹർ സെൽഫ്. കാരണം അവിടെ ആ ഒരു വിജയനന്റെ ക്യാരക്ടറിനോട് ശിവനോട് എന്താ പറയാ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഷീ വാണ്ടഡ് ടു ബിഹേവ് ലൈക്ക് ദാറ്റ്. അതൊരിക്കലും എന്താ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, നോർമലി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആൻഡ് മോർ ഓവർ എന്താ പറയാ
ലേഡീസിന്റെ ക്യാരക്ടേഴ്സ് കുറച്ചൊരു ബോൾഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്, എല്ലാ കമന്റും വരാറുണ്ട്, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ അത് വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ഭാഗത്ത് എന്താ പറയാ ശരിയാണ് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ആ ഒരു അടി നടന്ന സമയത്ത് അവിടെ രക്ഷിച്ചപ്പം ആ ഒരു സ്ഥലത്ത് നമുക്ക് ചോദ്യം ചെറിയൊരു ഇത് തോന്നും. അതുപോലെ തന്നെ വിജയണ്ണൻ ഇപ്പൊ ആ ഹോസ്പിറ്റൽ സീൻ കാണിച്ചപ്പോഴും അവിടെ ഒരു സോഫ്റ്റ്നെസ് തോന്നും. കാരണം അവിടെ മുടിയെ കെട്ടിക്കൊടുത്ത അതൊരു ഞാൻ പറഞ്ഞില്ല ഭയങ്കര എനിക്കൊരു ബ്രദർലി ടച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബിയസ്ലി ഫാദർ ടച്ചും അടിക്കും. കാരണം ആൾക്ക് ഫാദർ, ഞാൻ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞത്. കാരണം ക്യാരക്ടറിന് ഓൾറെഡി അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർ അച്ഛൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഷ്ടം. അതെ, പിന്നെ ആണെങ്കിലും മറ്റേ സിഗരറ്റ് വലിച്ച സീനിലാണെങ്കിൽ കാരണം ആ സമയത്ത് ആ ഒരു ക്യാരക്ടർ തണ്ണിയിലാണുള്ളത്. അപ്പൊ തണ്ണിയിൽ ആരെന്തും ആവാം. അപ്പൊ ആ സമയത്ത് ബോധമില്ലാത്ത ടൈമിൽ എന്തും കാണിക്കാം, എന്തും പറയാം. ചെയ്യുന്ന സമയത്ത് അവിടെ വിജയന്റെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് ആണ്. അവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് ആണ്. പക്ഷെ ഈസ് നോട്ട് ഹിംസെൽഫ് അത്. അപ്പൊ അതും ഡയറക്ടർ അവിടെ എക്സ്പ്ലെയിൻ, അതായത് രണ്ടുപേരുടെയും ക്യാരക്ടറെ നിങ്ങൾ വെറുക്കരുത് എന്ന് ഓരോ ഫ്രെയിമിലും പറയുന്നുണ്ട്. ശരിക്കും കംപ്ലീറ്റ്ലി എസ്.ജെ. സൂര്യ പടം അതാണ് ശരിക്കും തോന്നിയേക്കണം. കാരണം ഇതൊരു വിജയണ്ണന്റെ പടമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. കാരണം നമ്മൾ വിജയന്റെ പടങ്ങൾ കാണുന്നത് കുറെ വിജയന്റെ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അതിന്റെ ഒരു വേറൊരു ഇപ്പം ഫൈറ്റിലടക്കം ഒരു സ്ഥലത്ത് പോലും ആ ഒരു അതിന് വേണ്ടിയിട്ട് കുറെ സീന് കാണിക്കല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാസ് ഡയലോഗ് അടിക്കല കുറെ അധികം വൾഗേഴ്സ് ഡയലോഗ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. വൺ പർട്ടിക്കുലർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഫീൽ ഹി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് മോർ റോ. എസ്.ജെ. സൂര്യ എന്ന ഡയറക്ടർ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ അല്ലേ? അതായത് നോട്ട് എവ്രി വൺ, പ്രത്യേകിച്ച് ആ സമയത്ത് ഒന്നും കൂടി റിയൽ ആയിട്ട് പറയുന്ന ഒരു ഇതുണ്ടാവും. കാരണം ഇപ്പോഴല്ലേ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു പറയുന്നതിൽ നമുക്കൊരു ഇതുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ, ബിക്കോസ് എന്റെ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പൊ അവിടെ അവര് പറയുന്ന ഭാഷ എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ കേൾക്കുന്ന സമയത്ത് അതൊരു തെറിയായിട്ടായിരിക്കും. ബിക്കോസ് മൈ മോം വാസ് നോട്ട് അലൗഡ് ടു യൂസ് ഓൾ ദിസ് വേർഡ്സ് ഇൻ മൈ ഫാദേഴ്സ് ഹോം, ബട്ട് ഇൻ ഹർ ഹോം ടൗൺ ഇറ്റ് വാസ് വെരി കോമൺ. അപ്പൊ അതെന്ന് പറയുന്നത് ഇങ്ങനെ നോർമലി പറയുന്ന തെറി രീതിയിലാണ്. ബിക്കോസ് ഭരണിപ്പാട്ട് സംഭവങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അത് ഭയങ്കര ഒരു കോമൺ ആണ് അവിടെ. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് ഇതിനകത്തും അവർ ഉപയോഗിക്കാൻ നോക്കി. നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും ഫ്രണ്ട്സിന്റെ ഫിൽട്ടർ ഇല്ലാണ്ട് പറയാൻ നോക്കി. പക്ഷെ സെൻസർ ബോർഡിന് അത് ഇത് നമുക്കറിയില്ല കേട്ടോ ഇതിന്റെ എക്സ്റ്റൻഡ് വേർഷൻ ഇനി ഇറങ്ങിയിട്ടുണ്ടോ. കാരണം നമ്മളിത് സെർച്ച് ചെയ്തപ്പോഴേ നമുക്ക് ഈ ഒരു മൂവി കിട്ടിയിട്ടുള്ളൂ. കാരണം ഇതിനു മുന്നേ നമുക്ക് ഏകദേശം 3 ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് ഇതാണ്. പക്ഷെ അത് ഒന്ന് കട്ട് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്ട് ചിലപ്പോൾ നമ്മളല്ലേ ഫുള്ള് കാണുന്ന സമയത്ത് നമുക്ക് ആ എഫക്ട് കിട്ടില്ല. പക്ഷെ ആ ഒരു അവിടെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അത് പെർഫെക്റ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ചിലപ്പോൾ A സർട്ടിഫിക്കേഷൻ കിട്ടിയാണെങ്കിൽ ഈ പടം വലിയ സംഭവമായിട്ട് ഭയങ്കര നെഗറ്റീവ് ആ സമയത്തൊക്കെ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പടങ്ങൾക്ക് കുറച്ചും കൂടി സ്കോപ്പ് കുറവാണ്. മറ്റേ ഫാമിലി ഓഡിയൻസും അങ്ങനെയുള്ളവരും അങ്ങനെയല്ല. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A എലമെന്റ് ഉണ്ടെങ്കിൽ എല്ലാവരും പോയി കാണും. ഡയറക്ടർ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. ഇറങ്ങാൻ പടം ഞാൻ ആ 1 പടവും കണ്ടിട്ടില്ല അതാ സംഭവം. അപ്പൊ എന്ന് വെച്ചാൽ അതിനകത്ത് സലാറ് റിയാക്ട് ചെയ്താൽ കിട്ടും അല്ല തിയേറ്ററിൽ ഉദ്ദേശിച്ചത്. പക്ഷെ വിരുപക്ഷെ മറ്റേ അനിമലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി എനിക്ക് ശരിക്കും ഭയങ്കര, എനിക്ക് കമ്പയർ ടു സച്ചിൻ ഐ എം ലൈക്കിംഗ് ദിസ് മൂവി. ബിക്കോസ് സച്ചിനിലും ആ ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ ആ ഒരു ടോക്സിക് എലമെന്റ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇൻ സച്ചിൻ. അത് ഞാൻ പലപ്പോഴും പറയാറില്ല. പക്ഷെ ഇതിനകത്ത് എന്ന് പറയുന്നത് ആ ഒരു ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ അതൊരു ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഇറ്റ്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് ഞാൻ ഇതും കമ്പയർ ചെയ്യുന്നത് അത് കുറച്ചും കൂടി വിജയണ്ണൻ പടമാണ്. അതിന്റെ അകത്ത് കുറെ സ്ഥലത്ത് ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അതിനായിട്ട് തന്നെ ഒരു മാസ് എലമെന്റ് കാണിക്കാനും പിന്നെ കോമഡി ആയാലും എല്ലാത്തിനും ആ ഒരു എലമെന്റ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി റിയലിസ്റ്റിക്. രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. എനിക്ക് തോന്നുന്നത് എസ്.ജെ. സൂര്യക്ക് ജ്യോതിക മാമിനെ എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്ര ഭംഗിയായിട്ടാണ് കാണിക്കുന്നത്. ഓരോ വേഷത്തിലാണെങ്കിലും ശരിക്കും പുള്ളിക്കാരത്തിന്റെ ഭംഗിനെ എത്രത്തോളം കാണിക്കാമോ അത്രത്തോളം. പ്രത്യേകിച്ച് ആ കാറിന്റെ അടുത്ത് ഇറങ്ങുന്ന സമയത്ത് കാറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നില്ലേ, അപ്പൊ ഹെയർ വിത്ത് ഫേസ് കാണുമ്പോ ആ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയിൽ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ പോലെ അവിടെ നല്ല രസത്തിൽ കാണിക്കുന്നുണ്ട്. വിജയണ്ണൻ നമ്മൾ യൂഷ്വലി പടത്തിൽ കാണുന്ന പോലെയല്ല, ഇതിലൊരു ഡിഫറെന്റ് ആക്കി കൊണ്ടുവരാൻ, അതായത് എക്സ്പ്രഷനിലടക്കം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ നോക്കി. വിജയണ്ണന്റെ കുറച്ചും കൂടി എക്സ്ട്രാ ക്യൂട്ട് എക്സ്പ്രഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം ബാക്കിയുള്ള സിനിമകൾ അധികം ഇടാറില്ല. ഇതിനകത്ത് ആ കുറച്ചും കൂടി കിട്ടുന്നുണ്ട്, നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത സീനിൽ കാണാം. സ്റ്റിൽ ഇസ് ദേർ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാൻ കാണാം. കാണാൻ പറ്റും.